അപ്പോൾ ധർമ്മപുത്രൻ ഒരു അനാസക്തമായ ആസക്തിയുള്ളവനാണ്, അനാസക്തനായ ആസക്തനാണ്, ഒരു ഡിസ്പാഷനേറ്റ് അറ്റാച്ച്മെൻറ്റ് ടു ദ സൊസൈറ്റി ആൻഡ് ദ പീപ്പിൾ. അതുണ്ട്. അതില്ലെങ്കിൽ ഇതിഹാസ രചനയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല, ഇതിഹാസ രചനയ്ക്ക് കാരണമില്ല. വ്യാസൻ പോലും എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ വസിഷ്ഠൻ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? പറഞ്ഞു വരുമ്പോൾ ആരെക്കാളും കേവനായിരിക്കാനാണ് സാധ്യത. വ്യാസനേക്കാളും കേവനായിരിക്കാനല്ലേ സാധ്യത? എല്ലാ സത്യങ്ങളും, പ്രപഞ്ചത്തിൻ്റെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെട്ട് വെറുതെ ഇരിക്കുകയാണ് അദ്ദേഹം ആശ്രമത്തിൽ. എന്നിട്ട് മക്കളെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യക്ക് ഇറങ്ങി ഓടി. അങ്ങനെ ഇറങ്ങി ഓടി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ ഇറങ്ങി ഓടാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലാതെ വരും. ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ചെറിയ നൈരാശ്യത്തിൽ തന്നെ ആത്മഹത്യ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? അയ്യോ അത് കിട്ടിയില്ലല്ലോ, അതും കിട്ടിയില്ല, 10 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടും കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ എന്താണ് പ്രതീക്ഷ വയ്ക്കുന്നത്? 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമല്ലോ എന്നുള്ളതിൽ ആശ്വസിക്കുകയാണ്. ഇത് ജീവിതത്തിൻ്റെ ഒരു ജീവിതം നമ്മെ കയറി പിടിക്കുകയാണ്. ജീവിതത്തെ അങ്ങനെ പിടിക്കാനൊരു കഴിവുണ്ട്. ജീവിതത്തിന് 1000 കൈകളാണ്, ജീവിതത്തിന് 1000 കാലുകളാണ്, ജീവിതത്തിന് 1000 സ്പർശിനികളാണ്. അപ്പോൾ എല്ലായിടത്തും നാം അതിന് പരിഹാരം കണ്ടുപിടിച്ചിട്ട് പിന്നെയും ജീവിക്കാൻ മുതിരും. അങ്ങനെ ജീവിക്കാൻ മുതിരാനുള്ള ഒരു സന്ദർഭത്തിൻ്റെ വൈകല്യം വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്ത് കളയുന്നത്. ആ വികല സന്ദർഭത്തെ അതിജീവിച്ചാലോ ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ 1000 സ്പർശിനികളുമായിട്ട് ഈ ജീവിതം എന്ന് പറയുന്ന മനോമോഹിനിയായ രാക്ഷസി നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ആ രാക്ഷസിയുടെ വായിലേക്കാണ് ചെല്ലുന്നത്. പക്ഷേ വായിലേക്കാണ് ചെല്ലുന്നതെന്ന് അറിഞ്ഞൂടാ. ഒരു കഥയുണ്ട്, നോ മാൻസ് ലാൻഡ്. ചെറിയ കഥ. 20 വർഷങ്ങൾക്ക് ശേഷം കടം വാങ്ങിയ ഒരാളെ ഒരു കപ്പലിൽ വെച്ച് കണ്ടുമുട്ടുക. അധമർണനെ ഉത്തമർണൻ കണ്ടുമുട്ടുന്നു. അതും അവിടുത്തെ ഒരു പ്രാർത്ഥനാ ഹാളിൽ വെച്ചാണ്. കപ്പലിൽ എല്ലാവരും കൂടി ചേർന്ന് യേശുക്രിസ്തുവിന് മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കാരണം? പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ടല്ല, കപ്പൽ പോയി വലിയൊരു പാറയിൽ ഇടിച്ചിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? കപ്പൽ മുങ്ങിപ്പോൾ ആരും രക്ഷപ്പെടില്ല ഇതിനകത്തുനിന്ന്. കപ്പൽ മുങ്ങി എല്ലാവരും മരിക്കാൻ പോകുന്ന സമയത്താണ് പഴയ കാശ് തരാനുള്ള ആളിനെ കാണുന്നത്. പിടിച്ചവനെ എൻ്റെ കാശ് വിടാമെന്ന് പറഞ്ഞു. ഇതാണ് ജീവിതം. കാശപ്പം കൊടുത്തേ മതി, അല്ല കൊല്ലുമെന്നാണ് പറയുന്നത്. ആരും കൊല്ലണ്ടേ? 10 മിനിറ്റ് കഴിയുമ്പോൾ കപ്പൽ മുഴുവനും മുങ്ങിപ്പോകും. ഇത് ക്യാപ്റ്റൻ്റെ പ്രാർത്ഥന ഇതിൽ കൂടി വരുന്നുണ്ട്, മൈക്കിൽ കൂടി വരുന്നുണ്ട്. എല്ലാവരും ഈശ്വരനിൽ നിദ്ര പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ, കപ്പൽ മുങ്ങാൻ പോവുകയാണ്, രക്ഷപ്പെടില്ല. ആ സമയത്താണ് ഇവനൊക്കെ പിടിച്ച് എൻ്റെ കാശ് വിടാന്ന് പറയുന്നത്. ഇതാണ് ജീവിതം. അപ്പം ആ സമയത്ത് കാശിന് എന്ത് പ്രസക്തി? കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? അതോർക്കുന്നില്ല അതൊന്നും. അപ്പോൾ തൻ്റെ പണം കിട്ടണമെന്നതാണ്. പണം കിട്ടിയിട്ട് എന്ത് കാര്യമെന്നല്ല ആ സമയത്ത് ആലോചിക്കുന്നത്. എല്ലാവരും മരിക്കാൻ പോകുന്നു. അതാണ് കഥയുടെ ഭംഗി. നോ മാൻസ് ലാൻഡ്, ആരുടേതുമില്ലാത്ത രാജ്യം, ആരുടേതുമില്ലാത്ത ഭൂമി. അതാണ് അവിടെ നമ്മുടെ അതിർത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോ മാൻസ് ലാൻഡ് എന്ന്. അത്രയും ഭാഗം ആരുടേതുമില്ല, ചൈനയുടേതുമല്ല, ഇന്ത്യയുടേതുമില്ല. ഇന്ത്യയുടേതൊന്നും ഇന്ത്യ പറയുന്നതും ചൈനയുടേതൊന്നും ചൈന പറയുന്നതുമായ സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. യുധിഷ്ഠിരൻ പിന്മാറിയെന്നാൽ കഥ ഇടിച്ച് തകർന്നു പോകും. കഥയ്ക്ക് പുരോഗമിക്കാൻ മാർഗമില്ലാതെ വരും. ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് തന്നെ ഇദ്ദേഹം ആദ്യം മുതൽ തന്നെ പറയുന്നു ഇരിക്കട്ടെ. കഥ എങ്ങോട്ട് പോകണം പിന്നെ അത് നിർദ്ദേശിക്കുക. കഥയ്ക്ക് പുരോഗമിക്കാനുള്ള മാർഗം അസ്തമിച്ചു പോകും. കഥയ്ക്ക് പുരോഗമിക്കാനുള്ള അനേകം മാർഗങ്ങൾ ഉദിപ്പിക്കുകയാണ് പ്രതിഭയുടെ രീതി. അത് നോക്കണം. പിന്നെ ഇതിന് വേറെ ഒരു സാധാരണ പറയുന്ന വേറെ ഒരു മറുപടി പറയാം. എന്താണത്? വിധി. അതാണ് അതിൻ്റെ വേറൊരു മറുപടി. വിധിയുടെ വിളയാട്ടമാണ്. എന്താണ് വിധിയുടെ വിളയാട്ടം? വിധിയുടെ വിളയാട്ടത്തിന് വേറെ അർത്ഥമുണ്ട്. സഞ്ചിത കർമ്മത്തിൻ്റെ ഫലമനുഭവിക്കുകയാണ്. പൂർവജന്മാർജിതമായ കർമ്മത്തിൻ്റെ ഫലമനുഭവിക്കുന്നതാണ് വിധി. അല്ലാണ്ട് ദൈവം നേരിട്ട് ഇടപെടുന്നൊന്നുമല്ല. ദൈവം അങ്ങനെ ഇടപെടുന്നില്ല, ഈശ്വരൻ ഇടപെടുന്നില്ല.
ബ്രഹ്മം തീരെ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് സാക്ഷി എന്നാണ് പറയുന്നത്. സംഭവങ്ങൾ, ലോകത്തിലെ സംഭവങ്ങളുടെ മുഴുവനും സാക്ഷിയായിട്ടിരിക്കുകയാണ്. താൻ ഇടപെടുന്നില്ല ഇതിലൊന്നും. ഈശ്വരൻ ശിക്ഷിക്കുന്നുമില്ല. ശിക്ഷിക്കുന്ന ഈശ്വരൻ ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണ് ശിക്ഷിക്കുന്ന ഈശ്വരൻ വരുന്നത്. നിൻ്റെ സന്തതികളെ ഞാൻ തകർക്കും, എന്നെ അല്ലാതെ മറ്റ് ദൈവങ്ങളെ നീ ആരാധിച്ചാൽ നിൻ്റെ സന്തതി പരമ്പരകളെ ഞാൻ തകർക്കും എന്ന് പറയുന്ന യഹോവയാണ്. നേരിട്ട് ഭാരതീയമായ ഈശ്വര സങ്കല്പത്തിൽ അങ്ങനെ വരുന്നില്ല. മനുഷ്യൻ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെല്ലാം അവൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അത് മനുഷ്യൻ തന്നെയാണ് ഉത്തരവാദി. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യൻ്റെ പാരതന്ത്ര്യത്തിൻ്റെയും ഉത്തരവാദി മനുഷ്യൻ തന്നെയാണെന്ന് സാർത്ര പറയും. ബീയിങ് ആൻഡ് നത്തിങ്നെസ് എന്നൊരു വായിച്ചാൽ മനസ്സിലായില്ലാത്ത ഒരു ദാർശനിക ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൽ അദ്ദേഹം പറയും, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. സ്വാതന്ത്ര്യം ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാകുന്നു. സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ എന്താണ്? സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ കാര്യങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളും. ഇപ്പോൾ ഗർഭപാത്രത്തിൽ കിടന്ന കാലത്ത് എന്തൊരു സുഖമായിരുന്നു, ഇന്നിപ്പോൾ തോന്നുന്നില്ലേ? ഒരു പ്രശ്നവുമില്ല. അമ്മ ചോദിച്ചോട് കിടന്നോളും. ഭക്ഷണം അവിടെ നിന്ന് കിട്ടും. ഭക്ഷണം അമ്മയുടെ മേത്തുനിന്ന് തോണ്ടി തിന്നാം. അതിനൊരു കുടൽ വെച്ചിരിക്കുകയാണ്. ആ കുടലിൽ കൂടി ഇതിങ്ങ് വന്നോളും. സുഖം. എയർ കണ്ടീഷൻ എന്നാൽ അതിനേക്കാൾ സുഖം. ഗർഭപാത്രം എയർ കണ്ടീഷൻ ചെയ്യാനുള്ള വിദ്യകളൊക്കെ കണ്ടുപിടിക്കുക ഇനി. അപ്പോൾ എയർ കണ്ടീഷൻ്റെ ഗർഭപാത്രത്തിൽ സുഖമായിട്ടങ്ങ് കിടക്കാം. അപ്പോൾ ഇതെല്ലാം സഞ്ചിത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുകയും കൂടിയാണ്. അല്ലെങ്കിൽ വ്യാസൻ അതിൽ വിശ്വസിക്കാത്ത കവിയായിരിക്കണം. വ്യാസൻ അതിൽ വിശ്വസിക്കുന്ന ദാർശനികനും അതിൽ വിശ്വസിക്കുന്ന കവിയും അതിൽ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞനുമാണ്. പിന്നെ വ്യാസൻ പറയുന്നത് ഇത് വിശ്വസിക്കുകയല്ല, ഇത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണെന്നാണ്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അദ്ദേഹം നേരിട്ട് കണ്ടു, അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടു, ഞാനിതിൽ സാക്ഷാത്കൃതൻ. അപ്പോൾ പിന്നെ തീർന്നില്ലേ? അപ്പോൾ അദ്ദേഹം സാക്ഷാത്കരിച്ച താത്വിക മാർഗങ്ങൾ വെച്ചുകൊണ്ട് വേണം, താത്വികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ കൃതിയെ നാം വിമർശിക്കുക. അപ്പോൾ ധർമ്മപുത്രൻ മടങ്ങി വരുന്നില്ലെങ്കിൽ കഥയില്ല. കഥയില്ലെങ്കിൽ രചനയുടെ പ്രസക്തി പോയി. രചനയുടെ പ്രസക്തി പോയെന്നാൽ ജീവിതത്തോട്, മനുഷ്യ ജീവിതത്തോട് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്ന് വന്നു. അതല്ല, തനിക്ക് മനുഷ്യ ജീവിതത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുവരെ ആരും പറയാഞ്ഞത് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ പറയാൻ ആളില്ലാത്ത തരത്തിൽ ഉത്തമമായി അദ്ദേഹം അത് പറഞ്ഞു വെച്ചു.